നമുക്ക് കിട്ടിയ ഞണ്ട് കണ്ട ആ പെണ്ണുണ്ട് 2 ഹായ് ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് മീൻ പിടിക്കാൻ വന്നേക്കാണ് നമ്മുടെ കായലിൽ. ഉച്ച സമയമാണ്, നല്ല ഉച്ചയാണ്. നമ്മൾ ഈ സമയത്ത് വലയിട്ട് വെക്കും, എന്നിട്ട് ഒരു 3 മണിക്കൂർ കഴിയാൻ നേരത്ത് നമ്മൾ വലയെടുത്ത് നോക്കും. അപ്പോൾ ഇന്ന് മീൻ പിടിക്കുന്ന വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ തെങ്ങിൻ്റെ ഈ സൈഡിൽ കെട്ടി വെച്ചിട്ടുണ്ട്, ഒരു കയർ വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ വല ഇട്ട് തുടങ്ങുവാണ്. നമ്മളെപ്പോഴും ഇടുന്ന മറ്റേ എന്താണ് കല്ല് കെട്ടിയിട്ട് അടിയിൽ കൂടി പോകുന്ന വലയാണ് ഇട്ട് വെക്കുന്നത്. 70ൻ്റെ വലയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ ലാഗാക്കുന്നില്ല, വല ഇടുന്നത് കാണിക്കുന്നില്ല, മീൻ പിടിക്കുന്നത് നമുക്ക് കാണിക്കാം. ഐസ് നമ്മൾ വല ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വെയിലൊക്കെ ഒന്ന് പോയിട്ട് വൈകുന്നേരം വരാം. ഓക്കെ. അപ്പം നമ്മൾ വലയെടുക്കാൻ വന്നേക്കുവാണ്. ഒരു എത്ര മണിക്കൂറായി? 1 2 3 5 മണി. ഇപ്പം 5 മണിയായി കറക്റ്റ്. ഒരു 4 മണിക്കൂറായല്ലേ? 4 മണിക്കൂറായി നമ്മുടെ വലയിട്ടിട്ട്. അപ്പോൾ നമുക്കിനി വലയെടുക്കാം. കയറിക്കോ. അതെ, രണ്ടാമത് ഇട്ട വല നല്ല ഒഴുക്കാണ്. രണ്ടാമത് ഇട്ട വല ആണ് ആദ്യം എടുക്കാൻ പോകുന്നത്. ആ ഒരു കോരി ചെറിയ കോരിയാണല്ലോ. നമുക്ക് ആദ്യം തന്നെ ഒരു കൂരിയാണ് വന്നേക്കുന്നത്. കണ്ടോ? ഒരു പാലിൻ്റെ കവർ കിട്ടിയായിരുന്നു. അടുത്ത പ്ലാസ്റ്റിക്. ഒന്നുമില്ലല്ലോ കുട്ടാ. ഞണ്ട്. അടിച്ചിട്ടുണ്ടോ? ഒരു സൂപ്പർ ഞണ്ട് പോയിട്ടുണ്ട്. ഒരു പെൺഞണ്ടാണ്. എന്താ ഇതിങ്ങനെ ഉള്ളത്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, പെൺഞണ്ടാണിത്. പെൺഞണ്ടേ അത്യാവശ്യം നല്ലതാണ്. ഒരു പെൺഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു തൊണ്ണന് ഒഴുക്കുള്ളതുകൊണ്ടായിരുന്നു തോന്നുന്നത്. ഒരു പ്രാഞ്ഞിൽ കണ്ട ചത്തുപോയി. ഇത് പ്രാഞ്ഞിലാണ്. പ്രാഞ്ഞിൽ നല്ല കളറാണ്. കണ്ട ചത്തുപോയി. കോരി ഇതുണ്ട ഒരു കൂരി. പ്ലാസ്റ്റിക് സോപ്പിൻ്റെ പ്ലാസ്റ്റിക് കവർ. അപ്പോൾ ഫസ്റ്റത്തെ വല നമ്മളെടുത്തു. ഇനി നമുക്ക് ഒരു വല കൂടിയുണ്ട്, ആ വല പോയി എടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വല നമ്മൾ എടുക്കാൻ വന്നു. ഇതുണ്ടോ ഒരു കൂരി. രണ്ടാമത്തെ കൂരി. വേറൊരു കൂരി. വേറെ കൂരി. 2 കൂരി. 2 സൈസ് കൂരിയാണ്. ഞണ്ട് ലാസ്റ്റ് ആകുമ്പോഴേ കിട്ടത്തുള്ളൂ. ഒരു സൈസ് കൂരി.
സൈസ് നോക്കി ചെമ്മണ്ട സൈസാണ് വലിയൊരു കൂരി അതിൻ്റെ കടലിലൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു കൂരി കടലിലൊക്കെ ഉണ്ടാകുന്നത് വലുതാണ് ഇതാണ് വെയിറ്റ് കണ്ടായിരുന്നത് അന്ന് നമ്മുടെ പായലായിരിക്കും നമ്മുടെ കുപ്പിയിൽ പായലോടെ കിടന്നിട്ട് 5:30 കേട്ടോ 5:30 നമ്മുടെ അമ്പലത്തിൽ പാട്ട് ഇനിയിപ്പോൾ കിട്ടിയ മീനുകളെ കാണിച്ചു തരാം നമ്മുടെ അർച്ചന നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പോവുകയാണ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് അർച്ചന ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ട് പാട് പാട് ഗൈസ് നമ്മളിത് വലയിൽ നിന്ന് മീൻ എടുത്തോണ്ടിരിക്കുന്നതാണ് കൂരിയാണ് ഒരു വലയിൽ മൊത്തം ഒരെണ്ണത്തിലൊരു ഞണ്ടുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നമുക്കിന്ന് ഇപ്രാവശ്യം ഇനി ഇത് അങ്ങനെ നിങ്ങൾ കാണാൻ പോകണം അതുകൊണ്ടാ ഒരു സൈസ് ഇതിൻ്റെ സൈസൊന്നും വഹിക്കുന്നത് എൻ്റെ കൈയുടെ അത്ര ഉണ്ട് പറ്റ കൊണ്ടൊന്ന് കണ്ട വാല് തന്നെ വഹിക്കുന്ന നല്ല സൈസുള്ളൊരു സാധനം ദേ നമുക്ക് കിട്ടിയ ഞണ്ട് കണ്ട ആ പെണ്ണുണ്ട് കണ്ട അപ്പം നമുക്ക് ഞണ്ട് കെട്ടിയെടുക്കാം ഇങ്ങനെ കെട്ടുവാണ് പിടിച്ച് ഞണ്ട് പിടിച്ച് അയ്യോ എനിക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് എനിക്ക് പേടിയാണ് തിരിഞ്ഞു കെട്ടു അവിടെ പിടിച്ചിട്ടുണ്ടോ ഞണ്ടിനെ കെട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ഞണ്ടിൻ്റെ മേത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇവിടെ നിൽക്കും ഫ്രണ്ടിൽ നിൽക്കും ചവിട്ടി പിടിക്കുക ഞണ്ടില സിമ്പിളാണ് എന്നിട്ട് ഈ 2 ഗ്യാപ്പിൽ കൂടി കയർ താഴത്തേക്ക് ഇറക്കുക എന്നിട്ട് കയർ ഒപ്പാക്കുക എന്നിട്ട് ഈ കാല് ഇങ്ങനെ എടുക്കുക ഈ കാല് ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ടൈറ്റ് ചെയ്യുക എന്നിട്ട് ഈ ബാക്കിലെ കാല് കണ്ടോ അതായത് അതിൻ്റെ അപ്പുറം ഇപ്പുറയും കൂടി എടുക്കുക എന്നിട്ട് ഒരു കെട്ട് റഫായിട്ടൊന്ന് കെട്ടുക പോകരുത് ഇങ്ങനെ ഒപ്പം വെച്ച് റഫായിട്ടൊന്ന് കെട്ടുക എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ടൈറ്റായി കൊടുക്കുക ഉണ്ടാ ടൈറ്റായിപ്പോൾ എന്നിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക ഒരു കെട്ട് കൂടെ കൊടുക്കുക ഇത്രയുള്ള കാര്യം 2 കെട്ടി കഴിഞ്ഞ് കണ്ടാ 2 കെട്ടിയ സിമ്പിളായിട്ട് വേറെയും കുറേ കെട്ടുകളുണ്ട് ഞാൻ കെട്ടുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അതെ നമുക്ക് കിട്ടിയ മീനുകളെ കാണിച്ചു തരാം ഇതുണ്ടാ ഒരു വലിയ കൂരി 1 രണ്ടാമത്തെ കൂരി 3 4 5 പ്രാഞ്ഞിൽ 6 7 8 9 പിന്നെ നമ്മുടെ ഒരു ഞണ്ടും അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് കിട്ടിയേക്കുന്ന മീനുകൾ എല്ലാവരും കണ്ടോ പിന്നെ നമുക്ക് വേറൊരു വ്യത്യസ്തമായിട്ടൊരു സാധനം കിട്ടിയിട്ടുണ്ട് അത് കൂടി ഞാൻ കാണിച്ചു തരാം ഇതേണ്ടാ 1 2 3 4 5 6 7 8 9 ഇത് 2 വലയിൽ കിട്ടുകയാണ് കാര്യം അപ്പോൾ എന്താ ജസ്റ്റൊന്നുമില്ല ഇത് ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകളൊന്നും ആരും കായലിലേക്ക് വലിച്ചെറിയാതിരിക്കുക നമ്മളിത് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിട്ട് പഞ്ചായത്തിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അവർക്ക് എടുത്ത് കൊടുക്കും എന്താണ് എല്ലാവരും മാക്സിമം കായലിലേക്ക് വലിച്ചെറിയാതിരിക്കുക ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം ബൈ ബൈ അച്ഛനെ ബൈ പറ അതൊന്നും ശബ്ദം വരാത്ത അർച്ചന തുഴഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് ബൈ.